കേരളമുള്ള ഡ്യൂറി എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. ലഞ്ച് കഴിഞ്ഞപ്പോൾ ആഷിബ് ഞങ്ങളോട് ഈ ഷോപ്പിലും കൂടി കയറാം, ഒന്ന് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഡ്യൂറിയൻ ഫ്രൂട്ട് ഇത് ഞാൻ എൻ്റെ ജന്മത്തിൽ ട്രൈ ചെയ്യുന്ന വിചാരിച്ചതല്ല. പഴങ്ങളുടെ രാജാവാണത്രേ. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മണമുള്ള ഈ ഫ്രൂട്ട്. പക്ഷെ അത്രയ്ക്കധികം ഗുണങ്ങളും ഈ ഫ്രൂട്ടിനുണ്ട്. വളരെയധികം പോഷകമൂല്യമുള്ളതാണെന്ന് പറയണേ. പക്ഷെ ഈ ഒരു ഷോപ്പിൽ ചെന്നപ്പോഴുണ്ടല്ലോ, അത് വലിയൊരു മണമൊന്നും തോന്നിയില്ല കേട്ടോ. വൃത്തികെട്ട മണമൊന്നും തോന്നിയില്ല. അവരങ്ങനത്തെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും അവിടെ, അതുകൊണ്ടായിരിക്കും വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഈ കാണുന്നതൊന്നും ഒറിജിനൽ അല്ല കേട്ടോ, അവർ ആ ഭംഗിക്ക് വെച്ചേക്കണതാണ് അവിടെ. ആദ്യമായിട്ട് സിംഗപ്പൂർ വന്നപ്പോൾ ഡ്യൂറിയൻ വിൽക്കണ കടയുടെ അടുത്ത് കൂടെയൊക്കെ പോകുമ്പോണ്ടല്ലോ, വല്ലാത്തൊരു സ്മെല്ലാണ്. ഛർദ്ദിക്കാൻ വന്നിട്ട് പാടുണ്ടാവില്ല. അപ്പോൾ ചേട്ടൻ പറയട്ടത് ഭയങ്കര ഗുണമുള്ളതാണ്, അതുപോലെ തന്നെ നല്ല പൈസയുണ്ട് ഇതിന്. പിന്നെ നമുക്ക് ഡ്യൂറിയനാണ്, ഇതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ് അങ്ങനെയൊക്കെ മനസ്സിലായി. ഇത് ഞാൻ കഴിച്ചു നോക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഞാൻ തന്നെയാണെങ്കിൽ ഇത് കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇതെല്ലാവരും കൂടിയുള്ള കാരണം എന്തായാലും ചിലവാകുമല്ലോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ചിലവായില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമാവും. അപ്പോൾ ഇത് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അതങ്ങനെ പോയി. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ട് എല്ലാവരും കഴിക്കാൻ തുടങ്ങാണ്. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ്. പഴച്ചക്കേനെ ഏറ്റവും ഭയങ്കരമായിട്ട് കുഴന്നാ. അപ്പോൾ എനിക്ക് പഴച്ചക്ക തന്നെ തീരെ ഇഷ്ടമില്ല, അതിൻ്റെ മണം തന്നെ. പിന്നെയും വരിക്കച്ചക്കയാണ് ഇപ്പോഴാണ് ഞാൻ കൂടുതലും ചക്ക കഴിച്ചു. ഇത് കഴിക്കാനായിട്ടൊരു ഇതൊക്കെ ഉണ്ടല്ലേ, പക്ഷെ ഇത് ആദ്യം എന്താ പറയുക, ഇതിന്റെ സ്മെല്ലാണ് നമുക്ക് നമ്മളങ്ങനെ അകറ്റണത്. പക്ഷെ അത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. സാധനം കഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കണമെന്ന് അതെ, കഴിച്ചിട്ട് ഇതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുടിക്കണം. ഇഷ്ടായ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഒരുപാട് കഴിക്കുന്നില്ല, ഞാൻ അടുത്ത കഴിക്കാൻ അത് കാണിക്കട്ടെ. അങ്ങനെ സാധനം വന്നത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇതിന്റെ പുറകില് ഒരു 4 സ്ക്വയർ ഉണ്ടാവും. അതിൽ കത്തി വെച്ചിട്ട് തിരിക്കുമ്പോൾ 4 ഇതായിട്ട് പോകും. അങ്ങനെ ആഷിബ് കാരണം ഈ ഒരു ഫ്രൂട്ട് ട്രൈ ചെയ്തു. ഈ ഡ്യൂറിയൻ ഷോപ്പിന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ ലഞ്ച് കഴിച്ച റെസ്റ്റോറന്റ്, കേരളീയ ഭക്ഷണം കഴിച്ചില്ലേ അത്. അപ്പോൾ ലഞ്ച് കഴിച്ചിറങ്ങുമ്പോഴാണ് ആഷിബ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് തൊട്ടടുത്ത്, കാണിച്ചു തന്നു. ഒന്ന് ട്രൈ ചെയ്യൂ, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. ഇങ്ങനെ ഒരു ഷോപ്പും ഞാൻ സിംഗപ്പൂർ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഉണ്ടായിരിക്കും നമ്മൾ ഈ ഫ്രൂട്ട് കഴിക്കാനൊന്നും തീരെ താല്പര്യമില്ലാത്തതാണല്ലോ. ഒന്നാമത് തന്നെ എനിക്ക് ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ തനിച്ചുള്ളൊരു ഷോപ്പ് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജന്മത്തിൽ കഴിക്കില്ല എന്ന് വിചാരിച്ച സാധനമാണ് ഇപ്പോൾ കഴിച്ചത്. ഈ ഫ്രൂട്ടിൻ്റെ ഒറിജിൻ മലേഷ്യയിൽ നിന്നും ബ്രൂണയിൽ നിന്നൊക്കെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഈ കഴിച്ചതിന് 48 റിങ്കറ്റ് ആയത് കേട്ടോ. ഡ്യൂറി എന്ന മലയൻ വേടിൽ നിന്നാണ് ഈ വളത്തിന് ഈ പേര് വന്നേക്കണത്. ഡ്യൂറി മീൻസ് മുള്ള് നിറഞ്ഞ പഴം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ മുള്ള് നമ്മൾ സാധാരണ ചക്കയുടെ മുള്ളിനേറ്റും ഭയങ്കര ഹാർഡാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിലും ഈ ഒരു ഫ്രൂട്ട് കിട്ടും തോന്നുന്നുണ്ട് അല്ലേ. ഏതൊരു ഫാം കാണാൻ പോയപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു മരം കണ്ടു എന്ന് ചേച്ചി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പാവം ഫ്രൂട്ട്, പ്രകൃതി കൊടുത്ത മണം കൊണ്ട് കുറേ ചീത്തപ്പേര് കേട്ടിട്ടുണ്ടാവും. ഞാനടക്കം അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഭയങ്കരമായിട്ട് മടിച്ചിരുന്നു, കഴിക്കാനും മടിയായിരുന്നു. അങ്ങനെ അതിനെ കഴിച്ചു. സിംഗപ്പൂർ ഈ ഫ്രൂട്ട് വാങ്ങിയിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും കയറ്റാൻ പറ്റില്ല കേട്ടോ, ഫൈനുണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്മെല്ല് എങ്ങനെയാവുന്നൊന്ന് ആലോചിച്ച് നോക്കൂ.
ഈ ഒരു ഷോപ്പിൽ ആ ഒരു വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലോ നമ്മുടെ വായയിലോ ഒന്നും അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി 2-3 വീഡിയോ കൂടി ഉണ്ടാവും മലേഷ്യ. അപ്പോൾ ശരി, ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.